പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ രാത്രി യാത്രയ്ക്കിടെ KSRTC ബസ്സിൽ നിന്നും യുവതിയെ ഇറക്കിവിട്ടു. വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയുമായ ദിവ്യയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്. വിവരങ്ങളുമായി പ്രദീപ് പാറശാലയാണ് ചേരുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് രാത്രി യാത്രയ്ക്കിടെ KSRTC ബസ്സിൽ നിന്നും യുവതിയെ ഇറക്കിവിട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ യുവതിയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ പ്രതികരണത്തിലേക്ക് കിടക്കാം. എനിക്കന്ന് തീരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പനിയും ദേഹവും ശരീരവും. അപ്പോൾ ഇവിടുത്തെ ഓണർ പറഞ്ഞിട്ട് ഞാൻ അല്ലെങ്കിൽ ഡെയിലി യാത്രക്കാരിയാണ് KSRTCയിൽ. അപ്പോൾ അന്ന് ഞാൻ സാധാരണ 9 മണിക്കാണ് പോകാറുള്ളത്, 9:30 ബസ്സാണ് കിട്ടുക. ഇന്ന് അന്ന് ഓണറിൻ്റെ പെർമിഷനത്തോടെ ഞാൻ 8:30 ഇറങ്ങിയുണ്ടായി. അപ്പോൾ 8:45 ഞാൻ പൂനമ്പന വഴി ബസ് കയറി ഉണ്ടായി. അപ്പോഴത്തേക്ക് കാരക്കോൺ തോന്നപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചു. ഞാൻ അന്ന് എനിക്ക് ഇപ്പം ഗൂഗിൾ പേ ബസ്സിലും അനുവാദിയാണ്. അങ്ങനെ ഞാൻ ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് പേഴ്സ് അങ്ങനെ ജസ്റ്റ് മറന്നു പോയതാണ്. ഗൂഗിൾ സർവർ ഞാൻ GPay ചെയ്യാറുണ്ട്. ആ ഒരു ഇതിൽ ഞാൻ GPay തയ്യാറായി ഞാൻ അങ്ങനെ ബസ് കയറിപ്പോൾ GPay സർവർ ബിസിയായി കാണിച്ചു. നെറ്റിൻ്റെ പ്രോബ്ലത്താണ്. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് സെൻഡ് ആവുമായിരുന്നു. ആ ഒരു സാവകാശം കാണിക്കാതെ കാരക്കോണത്ത് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ക്യാഷ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, എനിക്ക് ഇറങ്ങടി എന്ന് പറഞ്ഞ് എനിക്ക് ക്ഷീണമായതുകൊണ്ട് ബുദ്ധിമുട്ട് ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് ധരിച്ചിരുന്നു. അപ്പോൾ അയാൾ കള്ള ലക്ഷണം കാണിക്കുന്നു. ഇതേപോലെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഇറങ്ങടി എന്ന് പറഞ്ഞ് എന്നെ അവിടെ കൂടെ ഇറങ്ങാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നെ അങ്ങ് ഇറക്കി വിട്ടു. വിവരങ്ങളുമായി പ്രദീപ് പാറശാലയാണ് ചേരുന്നത്. പ്രദീപ്, എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് രാത്രി ഒരു യുവതിയെ ബസ്സിൽ നിന്നും കണ്ടക്ടർ ഇറക്കിവിട്ടത്. ഇപ്പോൾ എന്തായാലും KSRTCകളിലടക്കം ഗൂഗിൾ പേ ഇപ്പോൾ അനുവദനീയമാണ്. എന്തായാലും ആ ഒരു ഇതിലാണ് എന്തായാലും ഈ യുവതിയും ടിക്കറ്റ് നോക്കിയപ്പോഴും സർവർ ബിസി ആയതിനാൽ പോയിട്ടില്ല. പൈസ എന്തായാലും പേയ്മെൻ്റ് ആയിട്ടില്ല. അതിനെ തുടർന്ന് പകുതി വഴിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതും രാത്രിയാണ് എന്നുകൂടി ഓർക്കണം. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ പ്രദീപേ? രേണുക, നെയ്യാറ്റിൻകര നിന്ന് വെള്ളറട ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് പിന്നെ 26-ന് ദിവ്യ 28 വയസ്സുള്ള ദിവ്യ കുന്നത്തുകാൽ അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. സ്ഥിരം 9:35-40 സമയത്തുള്ള അവസാന ബസ്സിലാണ് ദിവ്യ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ദേഹാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് ആശുപത്രിയിലെ മേലുദ്യോഗസ്ഥർ നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ അന്ന് വന്നിരുന്ന ബസ്സിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ഇത്തരത്തിൽ പറയുന്ന പോലെ തന്നെയാണ് ആ സമയത്ത് കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പണം ഇല്ലാത്ത സമയത്ത് ഗൂഗിൾ പേ വഴിയാണ് കണ്ടക്ടർക്ക് പൈസ കൊടുക്കുന്നത്, ടിക്കറ്റ് കൈമാറുന്നത്. ആ ഒരു വിശ്വാസം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതും. പക്ഷേ ഗൂഗിൾ പേയിൽ പറയുന്നത് തന്നെ സർവൻ വിഷയം ഉള്ളതുകൊണ്ട് കൃത്യമായി യഥാക്രമം ഈ പണം കൈമാറുന്നതിലേക്കുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു. അത് തുടർന്നാണ് സത്യാവസ്ഥ പറയുകയും ചെയ്തായിരുന്നു. ഈ കുട്ടി സത്യാവസ്ഥ കണ്ടക്ടറോട് പറയുകയായിരുന്നു. ഈ സമയത്ത് നടന്നില്ലെങ്കിലും വെള്ളറട ബസ് സ്റ്റാൻഡിലാണ് ഇത് പോകുന്നത്. ആ സമയത്ത് തിരിച്ച് പണം കിട്ടിയില്ലെങ്കിലും കയ്യിൽ കൊടുക്കാനുള്ള സംവിധാനം ബന്ധുക്കൾ അവിടെ എത്തും. ആ സമയത്ത് കൊടുക്കാമെന്ന് ഉൾപ്പെടെ കണ്ടക്ടറോട് പറയുകയാണ്. എന്നാൽ പ്രകോപിതനായ കണ്ടക്ടർ ചെയ്ത ഇത് കിലോമീറ്ററുകൾപ്പുറം തന്നെ പല നിലവിളക്കുകൾ പോലും ഇല്ലാത്ത ഭാഗത്താണ് കുട്ടിയെ SFI പറയുകയും ഇറക്കി വിട്ടു എന്നുള്ള കാര്യമാണ് കുട്ടി പരാതിയിൽ പറയുന്നത്. എന്നാൽ വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടി 2.5 കിലോമീറ്റർ ആരുമില്ലാതെ ഈ രാത്രിയിൽ നടന്ന് പോകുന്ന സമയത്ത് കൂട്ടി കഴിഞ്ഞെത്തിയ ഭർത്താവാണ് ബൈക്കിൽ അവരെ തിരിച്ച് വീട്ടിലെത്തിക്കുന്ന സംഭവം ഉണ്ടാവുന്നത്. തുടർന്ന് അന്ന് തന്നെ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തു. നിലവിൽ KSRTCയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അന്വേഷണം നടത്തി ഇതിലേതാണ് ഉദ്യോഗസ്ഥന് കൃത്യമായി അന്നേ ദിവസത്തെ കാര്യങ്ങൾ വിശദമായി അന്വേഷണം നടത്തിക്കൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. രേണുക, എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് രാത്രി യാത്രക്കാരിയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടത്. വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയുമായ ദിവ്യയ്ക്കാണ് KSRTCയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ടിക്കറ്റുകൾ ഇപ്പോൾ കയ്യിൽ പൈസയില്ലെങ്കിലും KSRTCകളിൽ എന്തായാലും ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ അനുവദനീയമാണ്. അത് ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരും എന്തായാലും വണ്ടിയിൽ കയറിയത്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സർവർ ഡൗൺ ആയതിനെ തുടർന്നാണ് പേയ്മെൻറ്റ് നൽകാൻ കഴിയാത്തത്. ഇനിയും മുന്നോട്ട് പോകേണ്ടതായിരുന്നു ദിവ്യയ്ക്ക്. പക്ഷേ പകുതി വഴിയിൽ തന്നെ സർവർ ഡൗൺ ആയതിനെ തുടർന്ന് എന്തായാലും കണ്ടക്ടർ പ്രകോപിതനാവുകയും ഇറങ്ങടി എന്ന് പറഞ്ഞ് പുറത്തിറക്കുകയായിരുന്നു.
ദിവ്യയും ഈ പ്രതികരണത്തിൽ ദിവ്യയും സൂചിപ്പിക്കുന്നുണ്ട്, അല്പം സാവകാശം തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സർവർ ശരിയായിരുന്നേനെ എന്ന് ദിവ്യയും പറയുന്നുണ്ട്. എന്തായാലും KSRTCയുടെ ഭാഗത്ത് നിന്ന് രാത്രി ഒരു യുവതിയെ നടുവഴിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനും അതോടൊപ്പം തന്നെ സർക്കാരും ഒരു പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും KSRTCയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എന്തായാലും ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് KSRTC ആണ്, ആരാണ് ഡ്രൈവർ എന്നൊരു കാര്യത്തിൽ, ആ റൂട്ടിൽ അന്ന് ആരാണ് പോയത് എന്ന അടക്കമുള്ള വിവരങ്ങൾ എന്തായാലും ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് പ്രദീപ് പാറശാലയാണ്.